യു കെയിലിപ്പോൾ മറ്റുള്ളവരുടെ സഹായത്താൽ ക്രിട്ടിക്കലായിട്ടുള്ള രീതിയിൽ ആരോഗ്യത്തിൻ്റെ രീതിയിൽ നിൽക്കുന്നവർക്ക് മരിക്കുവാനായിട്ടുള്ള അനുവാദം കൊടുക്കുന്ന ബിൽ ഇപ്പോൾ യു കെ പാസ്സാക്കിയിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബൈബിൾ വെച്ച് നോക്കുമ്പോൾ ശരിയാണോ? ദാറ്റ്സ് കമിങ് അപ്പ്. ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടു ഇറ്റേണിറ്റി. എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഒരു അപ്ഡേറ്റും അനാലിസിസിലേക്കും ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം. ജസ്റ്റ് റീസെൻ്റ്ലി യു കെയിലെ ഹൗസ് ഓഫ് കോമൺസ് പാസ്സാക്കിയിരിക്കുന്ന ഒരു ബില്ലാണ് ടെർമിനലി ഇൽ അഡൽട്സ് ബിൽ, അല്ലെങ്കിൽ എൻഡ് ഓഫ് ലൈഫ് ബിൽ. അതുപ്രകാരം ഇംഗ്ലണ്ടിലും വെയിൽസിലും താമസിക്കുന്ന ടെർമിനലി ഇല്ലായിട്ടുള്ളവർ, അതായത് മരണത്തിൻ്റെ ആ വക്കോളം എത്തി നിൽക്കുന്നവർക്ക്, അതായത് 6 മാസം ഉള്ളൂ മാക്സിമം ജീവിക്കുവാൻ, ആ രീതിയിൽ നിൽക്കുന്നവർക്ക് മറ്റുള്ളവരുടെ സഹായത്താൽ ഇവർക്ക് മരിക്കാൻ തീരുമാനിക്കാം. ഈ ബില്ലിപ്പോൾ ഹൗസ് ഓഫ് ലോർഡ്സിലേക്കാണ് ഇപ്പോൾ ഇനി മുന്നോട്ട് പോയിരിക്കുന്നത്. അവരുടെ പരിഗണനയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഹൗസ് ഓഫ് ലോർഡ്സ് അപ്രൂവ് ചെയ്താൽ ആ ബില്ല് പിന്നെ രാജാവിൻ്റെ ആ മേശയിലോട്ട് പോകും. അദ്ദേഹം അത് അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ അത് യു കെയിലെ നിയമമാവും. യഥാർത്ഥത്തിൽ ആ ബില്ലിന് അസിസ്റ്റഡ് സൂയിസൈഡ് ബിൽ എന്നാണ് പേര് വിളിക്കേണ്ടത്. പക്ഷേ അവരതിനെ പേര് വിളിച്ചിരിക്കുന്നത് ടെർമിനലി ഇൽ അഡൽട്സ് ബിൽ. അസിസ്റ്റഡ് സൂയിസൈഡിൽ ഈ ടെർമിനലി ഇല്ലായിട്ടുള്ള വ്യക്തി, അതായത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ആരോഗ്യത്തിൻ്റെ ആ ഒരു സ്റ്റേറ്റിൽ നിൽക്കുന്ന വ്യക്തിക്ക് മറ്റുള്ളവരുടെ, ഉദാഹരണത്തിന് ഡോക്ടേഴ്സിൻ്റെയോ കെയർ ഗിവേഴ്സിൻ്റെയോ ഒക്കെ സഹായത്താൽ അവരുടെ ജീവൻ്റെ ആ ലെങ്ത് അതിനെ കുറയ്ക്കുവാൻ സാധിക്കും. അങ്ങനെ വേഗത്തിൽ മരിക്കാം, വലിയ വേദനയില്ലാതെ, വലിയ ബുദ്ധിമുട്ടില്ലാതെ മരിക്കുവാനായിട്ടുള്ള രീതിയിൽ അവർക്ക് തീരുമാനിക്കാം. ചിലർ വിളിക്കുമായിരിക്കും ഇപ്രകാരമുള്ള ഒരു കാര്യത്തെ ഡെത്ത് വിത്ത് ഡിഗ്നിറ്റി, അതായത് മാന്യതയോടുകൂടിയുള്ള, അന്തസ്സോടുകൂടിയുള്ള മരണമെന്ന്. ഏത് രീതിയിൽ വിളിച്ചാലും അത് സൂയിസൈഡ് തന്നെയാണ്, ആത്മഹത്യ തന്നെയാണ്. ആൻഡ് ആത്മഹത്യ ബൈബിൾ വെച്ച് നോക്കുമ്പോൾ തെറ്റാണ്. ദൈവമാണ് ജീവന് കൊടുക്കുന്നതും ദൈവത്തിന് മാത്രമേ നമ്മുടെ ജീവൻ ദൈവത്തിൻ്റെ സമയം പ്രകാരം ജീവൻ എടുക്കാനും അധികാരമുള്ളൂ. ഇപ്പോൾ യു കെയിലൊക്കെ പ്രത്യേകിച്ച് നോക്കിയാൽ ബർത്ത് റേറ്റ് വളരെ വളരെ കുറവാണ്. ഇപ്രകാരമുള്ള നിയമങ്ങളൂടെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ നേറ്റീവ് ബ്രിട്ടീഷ് പോപ്പുലേഷൻ, അതായത് അവിടുത്തെ ബ്രിട്ടീഷ് പോപ്പുലേഷൻ്റെ ജനസംഖ്യ വളരെയധികം ഗണ്യമായി കുറയും. നമ്മുടെ ചോദ്യം, ഇപ്രകാരമുള്ള നിയമങ്ങളും കാര്യങ്ങളുമൊക്കെ ബിബ്ലിക്കലാണോ, വചനാടിസ്ഥാനമാണോ? എന്ത് ചെയ്യും വിശ്വാസികൾ, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ PT ഫാമിലിയിൽ തന്നെയുള്ള അനേകർ, നമ്മുടെ ഫ്രണ്ട്സും ഈ PT ഫാമിലിയിൽ ഉൾപ്പെട്ട് നിൽക്കുന്നവർ തന്നെ അനേകർ ഡോക്ടേഴ്സായിട്ടും നഴ്സസായിട്ടും കെയർ ഗിവേഴ്സായിട്ടും ഈ മെഡിക്കൽ ആ ഫീൽഡിൽ തന്നെ യു കെയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളിത് പ്രത്യേകിച്ച് കേൾക്കണം. മറ്റുള്ളവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം. നമ്മുടെ ദൈവം പരമാധികാരിയായ ദൈവമാണ്. അവർ ഗോഡ് ഈസ് സോവറിൻ. ഗവൺമെൻറ്റ്സിനോ ആളുകൾക്കോ മനുഷ്യർക്കോ അല്ല എപ്പോൾ നാം ജീവിക്കണമെന്നും എപ്പോൾ നാം മരിക്കണമെന്നും തീരുമാനമെടുക്കേണ്ടത്. ഇയ്യോബിൻ്റെ പുസ്തകം 14:5 പറയുന്നു, അവൻ്റെ ജീവകാലത്തിന് അവധിയുണ്ടല്ലോ. ഇത് മനുഷ്യൻ്റെ ജീവകാലത്തിന് അവധിയുണ്ടല്ലോ. അവൻ്റെ മാസങ്ങളുടെ എണ്ണം നിൻ്റെ പക്കൽ, അവന് ലംഘിച്ചു കൂടാത്ത അതിർ നീ വെച്ചിരിക്കുന്നു. അപ്പോൾ ദൈവമാണ് ജീവൻ്റെ ലെങ്ത്, ദൈർഘ്യം ക്രമീകരിച്ചിരിക്കുന്നത്, നമ്മളല്ല. ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു സർപ്രൈസുമില്ല. കാരണം അന്ത്യകാലത്തിൻ്റെ അടയാളങ്ങളിൽ ഒന്നാണിത്. അന്ത്യകാലത്ത് മോറൽ ഡീക്കേ ആൻഡ് ഇൻക്രീസ് ഇൻ ലോലെസ്നെസ്, ധാർമ്മിക അധപതിക്കലും പിന്നെ അധർമ്മം നന്നായി പെരുകുകയും ചെയ്യും. യെശയ്യാവിൻ്റെ പുസ്തകം 5:20 പറയുന്നത് പോലെ നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും പേർ വിളിക്കുന്ന നാൾ, അതാണ് അന്ത്യകാലത്തിൻ്റെ ഒരു പ്രത്യേകത. അത് എത്രയോ വർഷം മുമ്പ് തന്നെ ആ ഒരു സ്ഥിതിയിലേക്കായി വന്നു കഴിഞ്ഞു. മത്തായി 24:12 യേശു തന്നെ പറഞ്ഞത്, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. അതാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. ഉൽപ്പത്തി 2:7 പറയുന്നു, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. എന്നിട്ട് പിന്നീട് ദൈവം ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, അവർ ജീവൻ വേണം തിരഞ്ഞെടുക്കുവാൻ.
ആവർത്തന പുസ്തകം 30:19 പറയുന്നു, ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വയ്ക്കുന്നു. ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക, അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സുമാകുന്നു. അപ്പോൾ നാം ജീവനെ തിരഞ്ഞെടുക്കുന്നതിന് പകരം അതിനെ അവസാനിപ്പിച്ചാൽ നാം നമ്മുടെ തലമുറകളുടെ മേൽ ശാപമാണ് വിളിച്ചു വരുത്തുന്നത്. ഫിസിക്കൽ ഡെത്ത്, ശാരീരിക മരണം മനുഷ്യരായി ജനിച്ച എല്ലാവർക്കുമുണ്ട്. ഈ ലോകത്തിലെ കഷ്ടതയും പ്രയാസവും എല്ലാ പെയിനും ആദ്യത്തെ ആദാമ്യ പാപം നിമിത്തം ഉണ്ടായതാണ്. ഓഫ് കോഴ്സ് യേശു കർത്താവിൻ്റെ ആ ക്രൂശ് മരണത്തിലൂടെ, ആ ക്രൂശിലെ ആ രക്ഷണ്യ പ്രവൃത്തിയിലൂടെ നമുക്ക് എറ്റേണൽ ഡെത്ത്, നിത്യമരണത്തിൽ നിന്നൊരു മോചനം ലഭിച്ചിട്ടുണ്ട്. അതായത് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവർക്ക് നിത്യമരണമില്ല, പ്രത്യുത നിത്യജീവൻ ദൈവം സൗജന്യമായി കണക്കിടും. അതൊരു ഫാക്റ്റാണ്. ഇനി ഈ വിഷയത്തെപ്പറ്റി പറഞ്ഞാൽ, ദൈവത്തിന് മാത്രമേ എപ്പോൾ ഒരു മനുഷ്യൻ ജീവിക്കണമെന്നും എപ്പോൾ ഒരു മനുഷ്യൻ മരിക്കണമെന്നും തീരുമാനിക്കാനായിട്ടുള്ള അവകാശമുള്ളൂ. ഇയ്യോബിൻ്റെ വളരെയധികം ഇൻറ്റൻസ് ആയിട്ടുള്ള സഫറിങ്ങിൽ, വളരെയധികം ആ കഷ്ടതയുടെ നടുവിലും ഇയ്യോബ് ദൈവത്തെ ശപിക്കുകയോ ഇയ്യോബ് പോയി ആത്മഹത്യ ചെയ്തുമില്ല. ഇയ്യോബ് 30:23 പറയുന്നത്, മരണത്തിലേക്കും സകല ജീവികളും ചെന്നു ചേരുന്ന വീട്ടിലേക്കും നീ എന്നെ കൊണ്ടുപോകുമെന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ ആ അധികാരം ദൈവത്തിൻ്റെ കയ്യിലാണ്. ഇനിയും ആ മരണത്തിൻ്റെ ദിവസത്തിൻ്റെ മേലുള്ള അധികാരം ഒരു മനുഷ്യനുമില്ല. സഭാപ്രസംഗി 8:8 പറയുന്നത്, ആത്മാവിനെ തടുപ്പാൻ ആത്മാവിന്മേൽ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല, മരണദിവസത്തിന്മേൽ അധികാരമുള്ളവനുമില്ല. ചിലപ്പോൾ കുറച്ച് നാളേക്ക് ചിലരുടെ ജീവിതങ്ങളിൽ ദൈവം ചില കഷ്ടങ്ങൾ അനുവദിക്കും. മറ്റു ചിലരുടെ കാര്യങ്ങളിലോ ദൈവം ആ ദൈർഘ്യം അങ്ങ് വെട്ടിച്ചുരുക്കും, ആ കഷ്ടതയുടെ ദൈർഘ്യം അങ്ങ് വെട്ടിച്ചുരുക്കും. സഭാപ്രസംഗി 7:14 തന്നെ പറയുന്നത്, സുഖകാലത്ത് സുഖമായിരിക്കുക, അനർത്ഥകാലത്തോ ചിന്തിച്ചു കൊള്ളുക. മനുഷ്യൻ തൻ്റെ ശേഷം വരുവാനുള്ളതൊന്നും ആരാഞ്ഞറിയാതെ ഇരിക്കേണ്ടതിന് ദൈവം രണ്ടിനെയും ഉണ്ടാക്കിയിരിക്കുന്നു. കഷ്ടതയും പ്രതികൂലവും ഒക്കെ വരുമ്പോൾ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അത് സഹിഷ്ണുതയെ വർദ്ധിപ്പിക്കുക. റോമർ 5:3 പറയുന്നത്, കഷ്ടത സഹിഷ്ണുതയെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. നാം മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് ദൈവമക്കളായിട്ടുള്ളവർ മനസ്സിലാക്കേണ്ടത്, നാം അന്ത്യകാലത്തിലാണ് നാം ഇപ്പോൾ പാർക്കുന്നത്. ഇപ്പോൾ UK-ലാന്നേലും ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും, നമ്മുടെ രാജ്യം ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഈ ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന അനേകരുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ടെർമിനലി ഇല്ലായിട്ടുള്ളവർ, ആ ക്രിട്ടിക്കൽ ആരോഗ്യത്തിൻ്റെ ആ മേഖലയിൽ, അതായത് ആ ജീവിതത്തിൻ്റെ അവസാനത്തെ ആ നിമിഷത്തിലേക്ക് അടുത്തെത്തിയിരിക്കുന്നവരെ ശുശ്രൂഷിക്കുന്നവർ, ഉദാഹരണത്തിന് ഡോക്ടേഴ്സ്, നേഴ്സസ്, കെയർ ഗിവേഴ്സ് ഒക്കെ ആയിട്ടുള്ളവർ ഒത്തിരി പേരുണ്ട്. നിങ്ങളൊരു വീണ്ടും ജനിച്ച ദൈവ പൈതലാകുന്നുവെങ്കിൽ നാം ഇപ്പോൾ കണ്ടതുപോലെ നമുക്ക് നമ്മുടെ ജീവനെ എടുക്കുവാനായിട്ടുള്ള അവകാശമോ അധികാരമോ ഇല്ല. മാത്രവുമല്ല, ഇപ്രകാരമുള്ളവർ, ടെർമിനലി ഇല്ലായിട്ടുള്ളവർ, ആ ക്രിട്ടിക്കൽ അവസാന നിമിഷം ആയി നിൽക്കുന്നവർക്ക് പോലും അവരുടെ ജീവനെ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാളോട് ആവശ്യപ്പെടാനും പറ്റില്ല. കാരണം ആ ഒരു അധികാരം അവർക്കുമില്ല. ഇപ്രകാരമുള്ള ഏതെങ്കിലും ഫീൽഡിൽ, ഈ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾ UK-ലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമോ ആണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം, ഇപ്രകാരമുള്ള സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ ദൈവത്തിൻ്റെ നിയമം അനുസരിക്കണോ അതോ മനുഷ്യരുണ്ടാക്കുന്ന നിയമങ്ങൾ അനുസരിക്കണോ. ദൈവം കൽപ്പിച്ച നിയമത്തിലൊന്നാണ് കൂല ചെയ്യരുത്, പുറപ്പാട് 20:13. അപ്പോൾ തിരഞ്ഞെടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ, അതായത് ഇപ്രകാരമുള്ള സിറ്റുവേഷനൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ, എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, ഒബേ ഗോഡ് ആൻഡ് ലീവ് ഓൾ ദ കോൺസിക്വൻസസ് ടു ഹിം. ദൈവത്തെയും ദൈവകൽപ്പനയും അനുസരിക്കുക. അത് നിമിത്തമുണ്ടാകുന്ന സകല ഭവിഷ്യത്തുകളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അങ്ങ് കൊടുത്തേര്. ദൈവം നന്നായി തന്നെ ചെയ്തോളും. നിങ്ങൾക്ക് ഇപ്രകാരമുള്ളവരോട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെപ്പറ്റി നിങ്ങൾക്ക് പങ്കുവെക്കാം. ഇങ്ങനെ ടെർമിനലി ഇല്ലായിട്ടുള്ളവരോടും പിന്നെ അവരുടെ ഏറ്റവും അടുത്ത നിയർ ആൻഡ് ഡിയർ ആയിട്ടുള്ളവരോടും ക്രിസ്തുവിലുള്ള പ്രത്യാശ നിങ്ങൾക്ക് പങ്കുവെക്കാം. ദൈവം അവരെ ഈ ഭൂമിയിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് വിളിക്കുന്നത് വരെ ആ ഒരു പർപ്പസ്,
അവർക്ക് എന്താണ് അവരെക്കുറിച്ചുള്ള പർപ്പസ്, അല്ലെ ആ ഒരു പ്രത്യാശയൊക്കെ ഉണ്ടാകുവാൻ വേണ്ടി ക്രിസ്തുവിലുള്ള സ്നേഹം നിങ്ങൾക്ക് പങ്കുവെക്കാം. ചിലപ്പോൾ എല്ലാ സാഹചര്യങ്ങളിലും പറ്റിയെന്ന് വരില്ല. ചില ക്രിട്ടിക്കലായിട്ടുള്ള ഫൈനൽ, അതായത് ടേമിനലി ഇല്ലായിട്ടുള്ളവർക്ക് ചിലപ്പോൾ ആ ഒരു മനസ്സിൻ്റെ സിറ്റുവേഷനോ ഒന്നും ചിലപ്പോൾ അനുവദിച്ചില്ലെന്ന് വരാം. എന്തു തന്നെയായാലും ഒരു കാര്യമുണ്ട്, അവർക്ക് അവരുടെ ജീവനെ അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് മറ്റൊരാളോട്, ഇപ്പം നമ്മൾ ഹെൽത്ത് കെയർ സെക്ടറിലാണെങ്കിൽ നമ്മളോട് ആവശ്യപ്പെട്ട് അവരുടെ ജീവനെ അവസാനിപ്പിക്കുന്ന ആ ഒരു കാര്യം, അത് വചനം പ്രകാരം നോക്കിയാൽ തെറ്റാണ്. കാരണം ജീവനെ അവസാനിപ്പിക്കാനായിട്ടുള്ള ആ തീരുമാനം ദൈവത്തിൻ്റേത് മാത്രമാണ്. അതുകൊണ്ട് ഇപ്രകാരമുള്ള സന്ദർഭങ്ങളും സിറ്റുവേഷൻസും നേരിടുന്ന ഏവർക്കും ദൈവിക ജ്ഞാനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്ത് ചെയ്യണമെന്നുള്ളത്, അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ ദൈവിക ജ്ഞാനത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുവാൻ വേണ്ടി നിങ്ങൾക്ക് ദൈവത്തോട് ജ്ഞാനം ചോദിക്കാം. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കണം. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.